പരോളിൽ പോയി തിരിച്ചെത്താത്ത തടവുകാരുടെ എണ്ണം ഞെട്ടിക്കുന്നത്. 2024 ഫെബ്രുവരി വരെ പരോളിൽ പോയി മടങ്ങിയെത്താത്തത് 70 പേർ. കാണാതായവരിൽ ഭൂരിപക്ഷവും ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ടവരാണ്. തിരുവനന്തപുരത്ത് നെടുങ്ങാൽത്തേരിയിലെ തുറന്ന ജയിലിൽ നിന്നും മാത്രം പരോളെടുത്ത് മുങ്ങിയത് 31 പേരാണ്. ജയിൽ വകുപ്പിന്റെ ഈ നിർണായക രേഖ ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുക. പ്രശാന്തേ, ഇന്നലെ നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒരു കൊടും ക്രിമിനൽ ജയിൽ ചാടുന്നു. പിന്നീട് മണിക്കൂറുകളുടെ തിരച്ചിലിന് ശേഷമാണ് ഈ ചാർലി തോമസിനെ കേരള പോലീസിന് പിടികൂടാനായത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് ഇപ്പോൾ പ്രശാന്ത് മറ്റൊരു സുപ്രധാനമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് പരോളിൽ ഇറങ്ങുന്ന പല കക്ഷികളും പിന്നീട് തിരിച്ചു വരുന്നില്ല, അല്ലെങ്കിൽ അതിൽ കൃത്യമായ ഒരു അന്വേഷണം പോലും ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ജയിൽ രേഖകൾ തന്നെ വ്യക്തമാക്കുകയാണല്ലോ പ്രശാന്ത്. ഗൗതം, 2020 മുതൽ 2024 വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ നമുക്ക് ജനം ടി വിക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ വകുപ്പ്, ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ഈ സംസ്ഥാനത്ത് ജയിലും ജയിൽ സംബന്ധമായിട്ടുള്ള വകുപ്പുകളും ഉള്ളത്. അവിടെ നിന്നാണ് സംസ്ഥാനത്തെ ജയിലുകളിൽ നിന്നാണ് പരോളിനിറങ്ങി മുങ്ങുന്നവരുടെ കണക്കുകൾ വരുന്നത്. വലിയ കണക്കുകളാണ്, ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. 70ഓളം പേരാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തെ വിവിധ ജയിലുകൾ, അതായത് കണ്ണൂർ, തിരുവനന്തപുരം, നെട്ടുകാൽത്തേരി തുടങ്ങി ചീമേനി അടക്കമുള്ള വിവിധ സംസ്ഥാനത്തെ ജയിലുകളിൽ നിന്ന് കാണാതായിരിക്കുന്നത്. ഇവരെക്കുറിച്ച് തുടർന്ന് യാതൊരുവിധ വിവരങ്ങളും ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 4 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ തടവ് പുള്ളികൾ ചാടിപ്പോയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയാണ്. കണക്കുകൾ കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 28 പേർ, അതോടൊപ്പം തന്നെ കണ്ണൂർ 4 പേർ, വിയ്യൂർ ജയിലിൽ നിന്നും 4 പേർ, നെട്ടുകാൽത്തേരി, തിരുവനന്തപുരത്തെ തുറന്ന ജയിലാണ് നെട്ടുകാൽത്തേരി എന്ന് പറയുന്നത്. ഈ മണിച്ചിനടക്കമുള്ളവരെ അവിടെയായിരുന്നു പാർപ്പിച്ചിരുന്നത്. അങ്ങനെ ആ നെട്ടുകാൽത്തേരിയിൽ 31 പേരാണ് കാണാതെ. തുറന്ന ജയിലിൽ നിന്നും പരോളിനിറങ്ങി മുങ്ങിയിരിക്കുന്നത് 31 പേരാണ്. ചീമേനി കാസർഗോഡ് ജില്ലയിലെ ചീമേനിയാണ്. അവിടെ നിന്നും ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് 4 പേർ. അങ്ങനെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള വിവിധ ജയിലുകളിൽ നിന്ന് ഇറങ്ങി പരോളിനിറങ്ങി മുങ്ങിയ ആകെ പ്രതികളുടെ എണ്ണം 70 പേരാണ്. ഇവരെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളോ പിന്നൊന്നുമില്ല. പോലീസിൻ്റെ അന്വേഷണമോ എങ്ങും എത്താത്ത സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഏറെ പ്രമാദമായ ഡോക്ടർ ഓമന എന്ന കേസിലൊരു കേസ്, കാമുകനെ കൊന്ന് കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് ബാഗിൽ സൂക്ഷിച്ച ആ ഓമനയും പരോളിനിറങ്ങി മുങ്ങിയതാണ്. അവരെ പിന്നീട് കണ്ടുകിട്ടാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ വിവിധ ജയിലുകളിൽ കൊടും ക്രിമിനലുകളായിട്ടുള്ളവരെ അടക്കമാണ് ഈ പരോളിനിറങ്ങുകയും പിന്നീട് കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. 2020 ശേഷം 2024 വരെയൊക്കെയുള്ള കണക്കുകളാണ്, കാണാതായവരുടെ ഒരു കണക്കുകളാണ് ഇപ്പോൾ ഈ 70 എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു സംഖ്യ തന്നെയാണിത്, ഞെട്ടിപ്പിക്കുന്ന സംഖ്യ കൂടിയാണ്. കാരണം ഇത്രയും പേർ എവിടെ പോയി എന്ന് പോലും സംസ്ഥാനത്തെ പോലീസിനോ ജയിൽ വകുപ്പിനോ അറിയില്ല എന്നതും ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്, ഒരു പകൽ മുഴുവനും ചർച്ച ചെയ്തതാണ് ചാർലി തോമസ് എന്ന ഗോവിന്ദസ്വാമിയുടെ വിഷയം. ഗോവിന്ദസ്വാമി എന്ന ചാർലി തോമസിന് പോലും രക്ഷപ്പെടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അപ്പോഴാണ് ഈ ജയിൽ വകുപ്പും ജയിൽ സംബന്ധമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകളുടെ ഒരു കണക്കുകൾ തന്നെ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെയും ജയിൽ വകുപ്പിൻ്റെയും എല്ലാം ഗുരുതര വീഴ്ചയാണിത്. കാരണം ഇത്തരത്തിൽ വലിയൊരു കൃത്യവിലോപം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു വലിയ സംഖ്യയിലുള്ള പ്രതികൾ കൂട്ടമായി കാണാതാകുമ്പോൾ, അല്ലെങ്കിൽ പരോളെടുത്ത് മുങ്ങുമ്പോൾ അവരെ പിന്നീട് കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് സംസ്ഥാനം ചെന്നെത്തുന്നതും വലിയ രീതിയിലുള്ളൊരു വീഴ്ചയായി തന്നെ നമുക്ക് വിലയിരുത്താം. മാത്രമല്ല, ഇവർ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ സംസ്ഥാനത്തെ ജയിലുകളിൽ നിന്നും പരോളിനായി പോകുന്ന പല പ്രതികളും തിരിച്ചു വരുന്നില്ല എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തത്.